400 സ്റ്റേ കിട്ടുമോ വയനാട്ടിൽ? കിട്ടുമോ? ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റാസി സോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലെ മേപ്പാടിക്കടുത്തുള്ള അതിമനോഹരമായി സൺസെറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നെല്ലാർച്ചാൽ. നെല്ലാർച്ചാലിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർ ഹെഡ് ഒരു ബിലോ 400 റുപ്പീസിനൊക്കെ നമുക്ക് സ്റ്റേ കിട്ടുന്ന ഒരു അക്കോമഡേഷനിലാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ എന്നുള്ളത്. നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരിക, ഒരു 20-30 പേരുള്ള ഫാമിലി ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ ബാച്ചിലർ ഗ്രൂപ്പ്സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വരുന്ന സമയത്ത് വളരെ ലോ ബഡ്ജറ്റിലാണ് സ്റ്റേ ചെയ്ത് വെക്കുന്നത്. നല്ല പ്രൈവസിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ചൊന്ന് എൻജോയ് ചെയ്യാനും ഒന്ന് ആർമാദിക്കാനൊക്കെ ഉള്ള സ്പോട്ടാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോ, ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ബാ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുമ്പോൾ ഇതേപോലെ ഒരു ഹാളാണ് നമുക്ക് കാണുന്നത്. അത്യാവശ്യം സെറ്റിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടൽ 3 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ 2 ബെഡ്റൂംസ് അറ്റാച്ച്ഡും 1 ബെഡ്റൂം നോൺ അറ്റാച്ച്ഡും ആണ്. ഫസ്റ്റത്തെ ബെഡ്റൂമിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ കണ്ടത്. ജസ്റ്റ് നീറ്റായിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ബെഡ്റൂംസിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നെക്സ്റ്റ് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അതും മോശമല്ലാത്ത രീതിയിൽ വലിയൊരു ബെഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ 3rd ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ ബെഡ്റൂമിനാണ് നമ്മുടെ ഹാളിൽ തന്നെ കോമൺ ആയിട്ട് ഒരു വാഷ്റൂം വരുന്നത്. ആ വാഷ്റൂം ഈ പറഞ്ഞതുപോലെ തന്നെ ഹാൻഡിക്യാപ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വീൽ ചെയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് അവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു കരുതലും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ക്യാരം ബോർഡൊക്കെ ഇൻഡോർ ഗെയിംസ് ആയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഡൈൻ ഏരിയ ആയിട്ട് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഡൈൻ ഏരിയയും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബാർബിക്യൂ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ചിക്കനും ചാർക്കോളും മാത്രം കൊണ്ടുവന്നാൽ മതി. കിച്ചൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ മുകളിലുള്ള ഹാളും കാര്യങ്ങളും കാണുന്നത്. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ ഡോർമെട്രി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് മാക്സിമം ഒരു 20 എബോവ് പാക്സിനൊക്കെ സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കർട്ടൻസ് നീക്കുമ്പോഴുള്ളൊരു വ്യൂ കണ്ടോ, നല്ലൊരു ഗ്രീനിഷ് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് തന്നെയാണ് കാണുന്നത്. അതന്നെ നല്ല മൺസൂൺ ടൈമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഞങ്ങളൊരു മൺസൂൺ ടൈമിനാണ് ഇവിടെ പോയത്. പിന്നെ ഇത് കൂടാതെ സ്പീക്കറും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തിരി ഇൻറ്റീരിയറിൽ തന്നെ നമുക്ക് ഹാളിൽ നല്ല രീതിയിലൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ ഔട്ട്സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇത് കണ്ടോ, ഈ പറയുന്നത് പോലെ ഒന്ന് ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും സെറ്റപ്പും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1-2 ഊഞ്ഞാലും. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറം പൂളിൻ്റെയും കാര്യങ്ങളൊക്കെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൂളും കാര്യങ്ങളും ഓപ്പൺ ആവും. പൂൾ ഓപ്പൺ ആയാൽ ഈ റേറ്റിന് കിട്ടുമല്ലോ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇവിടെ കാഷ്യൂ, അതേപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക, കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.